മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് ഇപ്രാവശ്യം ഞാൻ വന്നത് വെച്ചാൽ പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്റെ എക്സ്പീരിയൻസ് ആണ്, എന്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് വല്ല പുസ്തകത്തിലൊന്നും എഴുതി വെച്ച സാധനങ്ങളൊന്നുമല്ല, പല ആൾക്കാരും പഠിപ്പിച്ചു വന്ന കാര്യങ്ങളാണ്. സോ എന്തായാലും വളരെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് വരാം. 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ ഗുണങ്ങൾ കിട്ടും. എല്ലാം ഇത് ശരിയാവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇതല്ലാതെയും വേറെയും പല കാര്യങ്ങളുണ്ടാവും. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 50-50 പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് നമ്മുടെ ഇടയിൽ. ഞാനും ഓണർ, അവനും ഓണർ, അത് ശുദ്ധമായ തെറ്റാണ്. ഒരിക്കലും 50-50 പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ പാടില്ല. അതിന് ക്ലിയർ ആയിട്ട് ഒരു ഓണർ ഉണ്ടായിരിക്കണം. അവർക്ക് ഒരു 51% എങ്കിലും ഒരു അപ്ഹോൾഡ് ഉണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരാൾക്ക്, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനോ. അതല്ലാതെ ഞാനും ഓണർ മറ്റവനും ഓണർ എന്നല്ല. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് ആ ഒരു ഓണറിന് കഴിവണം. ബാക്കിയുള്ള ആൾക്കാർക്ക് ഷെയർ ഹോൾഡറോ അല്ലെങ്കിൽ എന്ത് പൊസിഷൻ വേണമെങ്കിലും കൊടുത്തോ, പക്ഷേ ഓണർ എന്ന് പറയുന്നത് ഒരാളാവണം. അതല്ലാതെ ഈക്വൽ ആയിട്ട് രണ്ടാൾക്കാർ, രണ്ട് പടച്ചോൺ ഉണ്ടാക്കാൻ പാടില്ല ഒരു കമ്പനിയിൽ, വളരെ ചുരുക്കം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷനെയും ഈഗോനെയും അതേപോലെ തന്നെ റിജക്ഷനെയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കഴിയാത്ത ഒരാളാണ് നിങ്ങളുടെ ഒരു പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് തുടങ്ങരുത്. അങ്ങനെ ഒരുപാട് ബിസിനസ്സിൽ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട്. അത് ഹാൻഡിൽ ചെയ്യാൻ, റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. അതില്ലാത്തൊരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് അയാൾ ഇമോഷണലി ഭയങ്കര വീക്ക് ആണോ എന്ന് നോക്കുക. നിങ്ങൾ അത്ര സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ അവരുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മുന്നോട്ട് ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, പഠിപ്പിച്ച് ശരിയാക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഫ്രണ്ട് ആവുക എന്ന് പറയുന്നത് പാർട്ട്ണർ ആക്കാനുള്ള ഒരു യോഗ്യതയല്ല. നീ എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് നമുക്കൊരു പാർട്ട്ണറാവും. ആ ഡൊമൈൻ എക്സ്പീരിയൻസിലായിരിക്കണം, ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള നോളജ് ആയിരിക്കണം. അതല്ലാതെ നീ എൻ്റെ ഫ്രണ്ട്, അതുകൊണ്ട് നീ എൻ്റെ പാർട്ട്ണർ എന്ന രീതിയിൽ പാർട്ട്ണർഷിപ്പിലേക്ക് നിങ്ങൾ ഫ്രണ്ടിനെ ക്ഷണിക്കാതിരിക്കുക. തീർച്ചയായും അത് വളരെ ഇത് ചെയ്യും. പിന്നത്തെ പറയുന്നത് എന്താണ്, പിന്നെ നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേക്കുന്ന ഒരാളാണ്. പക്ഷേ നിങ്ങളുടെ ഒരു പാർട്ട്ണറായിട്ട് വരാൻ പോകുന്ന ഒരാൾ രാവിലെ ഒന്നും എഴുന്നേക്കാത്ത ഒരാളാണെന്ന് വിചാരിച്ചു. നേരെ പക്ഷേ നിങ്ങൾ രണ്ടാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണ്, രാവിലെ എഴുന്നേക്കും, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് എങ്കിൽ, മറ്റേ ആൾ അങ്ങനത്തെ അല്ലാന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ഒരിക്കലും ബിസിനസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരുപാട് കമ്പനികളിലും ഒരുപാട് വിഷയങ്ങളായിട്ട് സംഭവിച്ചിട്ടുണ്ട്. 2 പാർട്ട്ണർ ഉണ്ടാവുന്ന സമയത്ത് കാണാറുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നത്തെ ഒരു കാര്യം പറയുന്നത്, കമ്പനിയുടെ ഒരു ഷെയർ കൊടുക്കുന്ന സമയത്ത് ഐഡിയ കൊണ്ടുവന്ന ഒരാൾ ആരാണോ, അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് അവർക്കൊരു ഷെയർ കൊടുക്കുക, കമ്പനിയുടെ ഷെയർ കൊടുക്കുക. ഐഡിയ കൊണ്ടുവന്ന ഒരാൾക്ക് കമ്പനിയുടെ ഷെയർ കൊടുക്കാൻ പാടില്ല, അത് തെറ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് പ്രോഫിറ്റ് ഷെയർ കൊടുക്കാം. ഇത്ര ശതമാനം പ്രോഫിറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് നീ ഐഡിയ കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയർ കൊടുക്കാം. അതല്ലാതെ കമ്പനിയുടെ ഇക്വിറ്റി, കമ്പനിയുടെ ഷെയർ ഐഡിയ കൊണ്ടുവന്നേക്കാം. ഐഡിയ കൊണ്ടുവരാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ലോകത്തുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കമ്പനീനെ എന്താ പറയുക, നിങ്ങൾ റോട്ടിൽ കൂടി പോകുന്ന ഒരാളോട് ചോദിച്ചോക്കാം, എൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അയാളടുത്ത് ഉണ്ടാവും ഒരു 10 ഐഡിയ. അപ്പം ഐഡിയ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് വർക്കബിൾ ആയിട്ടുള്ള ഐഡിയകളുണ്ടാവും. ഐഡിയ ഒന്നല്ല അവിടെ വിഷയം. നിങ്ങളുടെ ക്യാപിറ്റലാണ് ബിസിനസ്സിൽ എപ്പോഴും മുൻതൂക്കം കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും ഐഡിയ കൊണ്ടുവന്നു എന്നതുകൊണ്ട് കമ്പനിയുടെ ഷെയർ കൊടുക്കരുത്, പ്രോഫിറ്റ് ഷെയർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത 5 കാര്യങ്ങളായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാൻ സമയം കഴിഞ്ഞു. ഒരുപാട് സമയം പോകുന്നത് ബോറടിക്കുന്നു എനിക്കറിയാം. സോ താങ്ക് യു സോ മച്ച്.